ഇറാനിൽ സൈനിക നടപടികൾ തുടങ്ങിയാൽ അത് ആഴ്ചകളോളം നീങ്ങും എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US ഒരുങ്ങുന്നുവെന്നും സൈന്യം സജ്ജമാകുന്നത് വലിയൊരു നടപടിക്കാണെന്നും റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും US തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായിട്ടുള്ള രക്തരൂഷിതമായിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പറയുന്നത്. US ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരവെയാണ് ഈ വിവരങ്ങളടക്കം പുറത്തു വരുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനടുത്ത് വിന്യസിച്ചിരിക്കുന്ന US ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോർഡും അവിടേക്ക് അയച്ചിരിക്കുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പരസ്യമായി പറഞ്ഞിരുന്നു. എന്തായാലും വെള്ളിയാഴ്ച ഇത് പറഞ്ഞതിനു ശേഷം അദ്ദേഹം അതാണ് സംഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്ന് തോന്നുന്നു എന്നും കൂട്ടിച്ചേർത്തു. അതായത് അവിടെയുള്ള ഭരണകൂടം അട്ടിമറിക്കപ്പെടണമെന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും എടുത്തു പറഞ്ഞു. എന്തായാലും നോർത്ത് കരോലൈനയിലെ ഫോർട്ട് ബ്രാഗിൽ സേനാ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ട്രംപ് ഇത് പറഞ്ഞതെന്ന് ശ്രദ്ധേയമാണ്. ഇറാന്റെ ഭരണം ആരേറ്റെടുക്കണമെന്നാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തോടും പെന്റഗൺ പ്രതികരിച്ചില്ല. ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ നിലവിലെ ഭീഷണി. ഈ ഭീഷണിയും US തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇസ്രായേലാണ് ഈ ഭീഷണിയിൽ ഏറ്റവും കൂടുതൽ പതറിപ്പോയ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ നേരെ ഒരു ആക്രമണം ഇറാൻ ഏത് നിമിഷവും ഉണ്ടാക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇറാൻ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പോരാത്തതിന് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നും ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. ചർച്ചകളടക്കം ഒമാനിൽ വെച്ച് നടത്താം എന്ന് ഒമാൻ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇറാനിൽ US സൈനികമായി ഇടപെടുന്നതാണ് നല്ലതെന്നും ആണവ കരാറിന്റെ കാര്യത്തിൽ സുദീർഘ ചർച്ച നടത്തേണ്ടെന്നും റേസ പഹൽവി പറയുകയുണ്ടായി. ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കുമ്പോഴേ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേവ പഹൽവിയുടെ മകനാണ് US കഴിയുന്ന റേസ. ഇറാന്റെ ഭരണാധികാരിയാകാൻ തയ്യാറാണെന്ന് ഇയാൾ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതേസമയം അതിനിടയിൽ US ഉപരോധങ്ങൾ ലംഘിക്കുന്ന രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്ക കർശനമായി റെയ്ഡിന് തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ പടക്കപ്പലുകൾ തടയാനായി വലിയ രീതിയിലുള്ള ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അതിനായി വലിയ രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോന്തു ചുറ്റുകയാണ് അമേരിക്കയുടെ പല കപ്പലുകളും. പോരാത്തതിന് വെനിസ്വേലയിൽ വന്ന ഒരു എണ്ണ ടാങ്കർ അമേരിക്കയുടെ ഒരു കപ്പൽ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. US ഈ ഉപരോധങ്ങൾ ലംഘിക്കുന്ന രാജ്യങ്ങൾ, ഷാഡോ ഫ്ലീറ്റുകളും ഡാർക്ക് ഫ്ലീറ്റുകളും ഇറക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് US നിലവിൽ പറയുന്നത്. അതേസമയം ഇറാനിൽ നിന്നും ഉപരോധം നേരിടുന്ന രാജ്യമാണ് ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ പോകുന്നത് ചൈനയ്ക്കാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ ഫ്ലീറ്റുകളെല്ലാം തടഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയെ വലിയ രീതിയിൽ ബാധിക്കും. ചൈന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇന്ത്യയും അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.